ഇയാൾ തന്റെ ബെഡ്ഷീറ്റ് എടുത്ത് അടുത്ത് കിടക്കുന്ന ലേഡിക്ക് മൂടി കൊടുക്കുന്നു. എന്നിട്ട് തന്റെ ഡ്രസ്സ് എടുത്തിടാൻ തുടങ്ങുന്നു. നോക്കുമ്പോൾ ആ പാന്റ് അയാൾക്ക് ഒത്തിരി ചെറുതാണ്. അതിന്റെ ബട്ടൺ ഇടാൻ കഴിയാത്തത് കൊണ്ട് അയാൾ ഒരു ഹെയർ ബാൻഡ് യൂസ് ചെയ്ത് അതിടുന്നു. എന്നിട്ട് അയാൾക്ക് പാകമാവാത്ത ഷൂ ഇടുന്നു. അപ്പോഴും ആ ലേഡി ഇതൊന്നും അറിയാതെ ഉറക്കത്തിലാണ്. അയാൾ ശബ്ദമുണ്ടാക്കാതെ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അയാൾ ഇവിടെ ഒളിച്ചു കയറിയതല്ല. അയാൾക്ക് വ്യത്യസ്തമായ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ ഓരോ ദിവസവും ഉറങ്ങി എണീക്കുമ്പോൾ ഓരോ വ്യത്യസ്തരായ വ്യക്തികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്രാവശ്യം അയാൾ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനായി മാറിയിരിക്കുന്നു. അയാൾക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ട്. പക്ഷെ ഉറങ്ങി എണീറ്റപ്പോൾ അയാൾ പ്രായമായ മുടിയില്ലാത്ത ഒരാളായി മാറിയിരിക്കുന്നു. എന്നാലും അയാൾ ഗേൾഫ്രണ്ടുമായുള്ള ഡേറ്റിംഗ് ലൊക്കേഷനിലേക്ക് വരുന്നു. തന്റെ ഗേൾഫ്രണ്ട് അവിടെ നിൽക്കുന്നത് കാണുന്നു. പക്ഷെ അയാൾക്ക് അവളുടെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യമില്ല. അവൾ അയാളെ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിക്കുന്നു. അവൾ ഉടനെ ഇയാൾക്ക് കോൾ ചെയ്യുന്നു. ഇയാൾ അത് കട്ട് ചെയ്യുന്നു. എന്നിട്ട് അവൾ തിരികെ പോകുന്നത് നോക്കി നിൽക്കുന്നു. പിറ്റേ ദിവസം അയാൾ ഒരു പെണ്ണായി മാറുന്നു. എന്നിട്ട് തന്റെ ഗേൾഫ്രണ്ടിന്റെ ഷോപ്പിൽ ജോബ് വേക്കൻസി ഉണ്ടെന്നറിഞ്ഞ് അവിടേക്ക് വരുന്നു. അയാൾ അവളോട് സത്യം തുറന്നു പറയാമെന്ന് തീരുമാനിക്കുന്നു. അതിനായി അവളെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് അയാൾ വ്യത്യസ്തരായ ആളുകളായി മാറിയപ്പോൾ എടുത്തുവെച്ച വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടവൾ വിശ്വാസം വരാതെ ഷോക്കാവുന്നു. അതുകൊണ്ട് അവളെ വിശ്വസിപ്പിക്കുന്നതിനായി അയാൾ അവർ തമ്മിൽ കൈമാറിയ റിങ് കാണിച്ചു കൊടുക്കുന്നു. ഇവൾ അത് കണ്ട് കൺഫ്യൂസ് ആവുന്നു. അതുകൊണ്ട് തന്നെ ഇനി കാണാൻ വരരുതെന്ന് അയാളോട് പറയുന്നു. അത് കേട്ട് അയാൾ തകർന്നു പോകുന്നു. രാത്രി അയാൾക്ക് ഉറക്കം വരുന്നില്ല. അവളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവൾ അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കുമെങ്കിലും അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. അവസാനം അവൾ അയാളെ മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇപ്രാവശ്യം ഡോർ ഓപ്പൺ ചെയ്തത് ഒരു ജാപ്പനീസ് ലേഡിയാണ്. അത് അവൻ തന്നെയാണെന്ന് കൺഫേം ചെയ്തതിനു ശേഷം അവൾക്ക് അവന്റെ ട്രാൻസ്ഫോർമേഷൻ നേരിട്ട് കാണണമെന്ന് പറയുന്നു. പിറ്റേന്ന് അവൻ ഉറങ്ങി എണീറ്റപ്പോൾ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായി മാറിയിരിക്കുന്നു. അങ്ങനെ അവൾ അവനെ വിശ്വസിക്കുന്നു. അവർ വീണ്ടും ഒന്നിക്കുന്നു. ഓരോ ദിവസവും അവൾക്ക് ഓരോ ബോയ്ഫ്രണ്ട് ആണ്. ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണ്. ചില ദിവസങ്ങളിൽ അയാൾ മുതിർന്ന ഒരാളായി മാറി അവളെ നന്നായി കെയർ ചെയ്യുന്നു. ചില സമയങ്ങളിൽ പ്രായമായൊരു ലേഡി ആവുന്നു. എന്നിട്ട് അവർ ഒന്നിച്ച് സ്വെറ്റർ ഉണ്ടാക്കുന്നു. ഒരു ദിവസം അവനൊരു കൊച്ചുകുട്ടിയായി മാറുന്നു. വിഷമത്തോടെ ആണെങ്കിലും അവൾ അവനെ ഡേറ്റിംഗിനായി കൊണ്ടുപോകുന്നു. പക്ഷെ അവനെ ഒരു കുഞ്ഞിനെ പോലെ കെയർ ചെയ്യുന്നത് അവൾക്ക് വളരെയധികം ഇഷ്ടമാവുന്നു.